വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ചില ഓപ്പണിംഗ് ഒക്കെയാണ് ചില ഉടുപ്പുകൾക്കിടുന്നത്, കുഞ്ഞുടുപ്പുകൾക്കിടുന്നത്. അല്ലാതുള്ള ഓപ്പണിംഗ് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. ഇതിപ്പോൾ നമ്മുടെ സാധാരണ കുഞ്ഞുടുപ്പുകൾ, അതായത് ഫ്രോക്കുകൾക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഓപ്പണിംഗ് ഇടുന്നതാണ്. പിന്നെ നമ്മുടെ ടോപ്പിനും ഒക്കെ ബാക്ക് ചെറിയ ഓപ്പണിംഗ് കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ റൗണ്ടിൽ നെക്ക് വെട്ടിയേക്കാണ്. വെട്ടിയത് ഒരു ചെറിയ പീസ് എടുക്കുക. പീസിന് നമുക്ക് അളവുകളുണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 4 ഇഞ്ചാണ്. 4 ഇഞ്ചിൽ നീളം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിംഗ് എത്ര ആണോ, ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ഓപ്പണിംഗ് ഒരു 4 ഇഞ്ചാണ്. അപ്പം 4 ഇഞ്ച് ഓപ്പണിംഗ് എടുക്കുമ്പോൾ നമ്മൾ തുണി എടുക്കേണ്ട അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 5.5-6 വേണം കേട്ടോ. അപ്പോൾ 4 ഇഞ്ചിലാണ് ഞാൻ ഓപ്പണിംഗ് എടുത്തേക്കണത്. അപ്പം ഇതിങ്ങനെ വെക്കുക. വെച്ചിട്ട് സെൻറ്റർ വരച്ചു കൊടുക്കണം. നമുക്ക് സെൻറ്റർ അറിയണമല്ലോ. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ വരയ്ക്കുക. 4 ഇഞ്ചിൽ വരച്ചു. അപ്പോൾ അധികം ഈ തുണി ഇങ്ങനെ അധികം ഇട്ട് കൊടുക്കണം ഇവിടെ ഫ്രണ്ടിലേക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്പണിംഗ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാലൻസ് പീസ് വരുമല്ലോ. ഇത് അടിച്ചു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ നെക്ക് അടിക്കുമ്പോഴേക്കും ഈ നെക്ക് ഇവിടെ തികയാണ്, നമുക്ക് ചേരാണ്ട് വരും. അതിനാണ് നമ്മൾ ഇങ്ങോട്ട് കടത്തി ഇങ്ങനെ പീസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്റർ വരച്ചു. അതിനുശേഷം ഒരു വി പോലെ 4 ഇഞ്ച് വിട്ടിട്ട് ഒരു വി പോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഒരു വി പോലെ വരയ്ക്കുക. കണ്ടല്ലോ, വി പോലെ നമ്മളിങ്ങനെ വരച്ചു. അപ്പം നമ്മൾ തുണി എടുക്കുന്നത് ആദ്യം ചീത്ത വശത്താണ്. ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ചീത്ത വശത്തേക്ക് അടിച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പം നല്ല വശത്ത് വെച്ച് വേണം ആദ്യം അടിക്കാൻ. ഇതുപോലെ വി എടുക്കുക. അപ്പോൾ ഇഞ്ചൊക്കെ മനസ്സിലായല്ലോ. നമ്മൾ എത്രയാണോ ഓപ്പണിങ്ങിന് ലെങ്ത് എടുക്കുന്നത് അതിനെക്കാട്ടി കൂടുതൽ പീസ് എടുക്കണം. അതുപോലെ തന്നെ സെൻറ്റർ ഒരു വര കൊടുത്തു. എന്നിട്ട് അപ്പുറം ഇപ്പുറം 4 ഇഞ്ച് വെച്ച് ഇനി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇങ്ങനെ വി പോലെ തന്നെ അടിക്കണം. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി നിർത്തണം. ഈ കുത്തി നിർത്തുക എന്ന് വെച്ചാൽ പലർക്കും അറിയാൻ വയ്യ. അതായത് ഇങ്ങനെ സൂചി ഇങ്ങനെ കണ്ട താഴോട്ടാക്കി വെക്കുക. എന്നിട്ട് പ്രഷർ ഫുട്ട് ഇങ്ങനെ പൊക്കിയിട്ട് വീണ്ടും ഇങ്ങോട്ട് അടിക്കുക. കണ്ട സൂചി അങ്ങനെ കുത്തി നിർത്തിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സൂചി താഴേക്ക് ഇങ്ങനെ ആക്കി നിർത്തണം. ഓക്കെ. കണ്ടോ, ഇങ്ങനെ നമ്മൾ വി പോലെ അടിച്ചെടുത്തു. ഇനി ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ പേടിയുള്ള ആളുകളാണെങ്കിൽ സെന്റർ കൂടെ ഒന്നുകൂടെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സൈഡ് അടിച്ചാൽ മതി. അപ്പോൾ സെന്റർ കട്ട് ചെയ്യാൻ സുഖമായിരിക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അറ്റം വരെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ താഴേക്ക് വീഴില്ല കേട്ടോ. അതായത് നമുക്ക് ഇപ്പുറത്തേക്ക് മറിഞ്ഞ് വീഴില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സെന്റർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാൻ ഇതിന് ഈ തുണി എടുത്തത് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചുളുക്കോ ഒന്നും വരാൻ പാടില്ല കേട്ടോ. കണ്ടല്ലോ. ഇനി അതിനുശേഷം ഈ സൈഡ് അരികടിച്ചു കൊടുക്കുക. ആദ്യം അരികടിച്ചിട്ട് വേണം വെക്കാൻ. പക്ഷെ നിങ്ങൾക്കിത് ആദ്യം കാട്ടി തന്നിട്ട് അരികടിക്കാമെന്ന് കരുതി. നമ്മൾ ഒരേ അളവിനായിരിക്കണം എടുക്കേണ്ടത്, എന്നാലേ ഉടുപ്പിന് ഭംഗി കാണുള്ളൂ. ഇത് കുഞ്ഞുടുപ്പുകൾക്ക് മാത്രമല്ല, ഫ്രോക്കിന് മാത്രമല്ല, നമ്മളുടെ ഇപ്പോൾ പിന്നെ ചുരിദാറൊക്കെ അടിക്കുമ്പോൾ ബാക്കിൽ ഒരു ഓപ്പണിങ് ഫ്ലാപ്പ് വെച്ച് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം. എന്നിട്ടൊരു ബട്ടൺസ് ഒക്കെ വെച്ച് ചെയ്യാം. അത് പിന്നെ വേറെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള ഓപ്പണിങ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ 3 വശവും ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. കണ്ടോ, ഇത് ബാക്കിലേക്ക് കൃത്യമായി വീണു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൂടെ ഒരു സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിനെ ക്ലിയർ ആക്കി വെക്കാം. അപ്പം ഈ വൈറ്റ് കാണരുത് കേട്ടോ. വൈറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അവിടെ. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴത്തെ പീസ് വെച്ചേക്കുന്ന പീസ് എപ്പോഴും വലിച്ച് വെച്ചേക്കണം, വലിച്ച് പിടിക്കണം. അതായത് അത് പുറത്തേക്ക് തള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാം.
ഇത് നമുക്ക് മടക്കിയിട്ട് പിന്നെയും ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് ഇങ്ങനെ 2 സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് വരുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാതെ അവരവരുടെ ഫാഷൻ പോലാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നെക്കിന് കറക്റ്റായിട്ട് പീസ് വരണം, അതിനാണ് കടത്തിയിടാൻ പറഞ്ഞത്. അപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ എന്തിനാണ് ഇവിടെ നെക്കിൽ കടത്തിയിടാൻ പറഞ്ഞതെന്ന് പറഞ്ഞത്. ഇതിനാണ് നമ്മൾ നെക്ക് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ്. കണ്ടോ, അപ്പൊ നമ്മുടെ ഈ ഓപ്പണിങ് ഓക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് ഇങ്ങനെ സ്ക്വയർ പോലെ അടിച്ച് ഇത് നല്ല ഭംഗിയിലാക്കാം കേട്ടോ. ബാക്കിലും കൊടുക്കാം, ഇത് ഫ്രണ്ടിലും കൊടുക്കാം. ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ബീഡ്സ് ഒക്കെ വെച്ച് കൊടുത്താൽ നല്ല ഓപ്പണിംഗ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അത് നമ്മുടെ ഇഷ്ടം പോലെ, എല്ലാം നമ്മുടെ ഫാഷനാണ്. ഓക്കെ, അടുത്ത ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. നമ്മൾ പല രീതിയിൽ ചെയ്യും, പല രീതിയിൽ നമുക്ക് ഈ ഓപ്പണിംഗ് ചെയ്യാം. എന്നാലും നിങ്ങൾ നോക്കുക. ഇതിപ്പോ ഇതിന്റെ ഓപ്പണിങ്ങിന്റെ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. 5 ഇഞ്ചാണ് ലെങ്ത് എടുത്തേക്കുന്നത്. ഇതിന്റെ ഈ അളവെന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഈ 1 ഇഞ്ചില് അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഞാൻ 1/2 ഇഞ്ച് വെച്ച് വരച്ചേക്കുകയാണ്. 1 ഇഞ്ച് സെന്ററിൽ ഒരു വര കൊടുത്തിട്ട് 1/2 ഇഞ്ച് ഇപ്പുറത്തേക്കും 1/2 ഇഞ്ച് ഇപ്പുറത്തേക്കും വരച്ചു. എന്നിട്ട് അതിനെ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി, എന്നിട്ട് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഫുൾ 1 ഇഞ്ചാണ്, സെന്ററിൽ കൂടെ ഒരു വര കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വരച്ചേക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ സെന്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യുക, ഇങ്ങോട്ടേക്കും കട്ട് ചെയ്യുക. കണ്ട, ഇങ്ങനെ W പോലെ ഇരിക്കും. ഈ പീസ് ഇങ്ങനെ W പോലെ ഇരിക്കും. എന്നിട്ട് ഇതിനെ ഇതിന് നമുക്ക് ഓപ്പണിങ്ങിന് വേണ്ട തുണി, ഞാനിപ്പോ വൈറ്റ് ഒരു തുണി എടുത്തിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ഒരു പീസ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്, ഇതിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ 3 ഇഞ്ചാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മടക്കി വെക്കാൻ വേണ്ടി എടുക്കേണ്ട പീസ്. അപ്പൊ 3 ഇഞ്ച് മീൻസ് 3 ഇഞ്ച് വീതിയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ മടക്കി വെച്ചേക്കാണ് ചുറ്റളവ്. ഇതിന്റെ ചുറ്റളവ് നിങ്ങൾ എടുത്തിട്ട് വീതി ഇത്ര എടുക്കുക, 3 ഇഞ്ച്. 3 ഇഞ്ച് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മടക്കി, അതായത് സ്റ്റിഫ് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതല്ല, ഇത് ഞാൻ സ്റ്റിഫ് വെച്ചല്ല വെച്ചേക്കണത്. എന്നിട്ട് ഇതിനെ മടക്കി അയൺ ചെയ്ത് വെച്ചേക്കാണ്. കണ്ട, ഇങ്ങനെ എടുത്തേക്കാണ് പീസ്. അപ്പൊ പീസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ലെങ്ത് അനുസരിച്ചാണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കണ്ടോ, ഇതാണ് ലെങ്ത് വരുന്നത്. ഇങ്ങനെയാണ് പീസ്. അപ്പൊ ഈ ലെങ്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനെ തയ്ക്കേണ്ടത് ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ വെച്ച് കയറ്റി വെച്ച് അടിച്ചാൽ മാത്രമേ നമുക്ക് ഈ പീസ് കറക്റ്റ് ആയിട്ട് ആ സെന്ററിൽ വീഴുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ പീസ് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുക. അപ്പൊ അത് വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ കാണിച്ചത്. എന്നിട്ട് ഇതുകൂടെ ഇങ്ങനെ വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കുക. ഇത് സ്റ്റിക്ക് വെച്ച് ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ ആ സെന്ററിൽ ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട്
കറക്റ്റായിട്ട് ഈ പൊസിഷനിലേക്ക് മടക്കി വയ്ക്കുക. കണ്ടോ കണ്ടോ? അപ്പോൾ കറക്റ്റ് ലെവലായി. ഓക്കെ, ഇനി നമുക്കത് അടിച്ചു കൊടുക്കാം. മനസ്സിലായല്ലോ ചെയ്തത്? സെൻറ്റർ അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ട, മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കാട്ടും. അത് കറക്റ്റ് ലെവൽ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ വന്നിരിക്കും. നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ കിട്ടൂല, 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ മെത്തേഡ് മനസ്സിലാവും കേട്ടോ. തുടക്കത്തിൽ ഒന്നും നിങ്ങൾക്ക് അത്ര എളുപ്പമായിട്ട് തോന്നൂല, പ്രത്യേകിച്ച് ഇത്. അപ്പൊ നന്നായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി, 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ ആവും. ഇത് നമുക്ക് ഇവിടുന്ന് അടിച്ച് അതിന്റെ ഒരു സ്ക്വയർ പോലെ ആക്കിയല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമായിട്ട് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 2-3 പ്രാവശ്യം ചെയ്യണം, എന്നാലേ നമുക്ക് എളുപ്പമാവുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തന്നെ വേണം ചെയ്യാൻ. കാരണം നമ്മൾ ഈ ഓപ്പണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ സ്റ്റിച്ചിങ് ശരിയാവത്തില്ല. നമ്മൾ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുന്നതാണെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വേണം ചെയ്യാൻ. ഓപ്പണിംഗ് ശരിയായി. ഇത് നീറ്റാണ്, നീറ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ നമ്മൾ പുറത്തേക്ക് വെക്കുന്ന രീതിയിലാണ്. നമുക്ക് നമ്മുടെ ചുരിദാറിന് ചെയ്യാം, ജുബയ്ക്കൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ കുർത്തയൊക്കെ തയ്ക്കുമ്പോൾ, കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്പണിങ്. വേറെ മോഡലുകളുണ്ട്, ഇതും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ വേറൊരു ഫാഷനായിട്ട് വേറൊരു കളർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനും ഇത് എളുപ്പമാണ്. അപ്പൊ ഇത് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടി ഓപ്പണിങ് ഇല്ലേ. ഇനി ഇതുപോലെ തന്നെ ഇത് ഉള്ളിലേക്കാക്കുന്ന വേറെ അടുത്തൊരു മോഡൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ അടുത്തൊരു മോഡലാണ് ഞാൻ പറഞ്ഞല്ലോ കാണിച്ചു തരാമെന്ന്. അപ്പൊ നമുക്ക് നോക്കാം. ഇതും ഇങ്ങനെ ഇതേപോലെ കടത്തിയിടണം. കടത്തിയിടാതെ നമ്മളൊന്നും ചെയ്യരുത്. ഇങ്ങനെ കടത്തിയിടുക കേട്ടാ. കടത്തിയിട്ടിട്ട് ഞാൻ നെക്കിന്റെ സെന്ററിലാണ് ഇത് വെച്ചേക്കണം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ നമുക്ക് ഊരി പോകാതിരിക്കാൻ കേട്ടാ. എന്നിട്ട് ഇതിനെ ഞാൻ ഇത് സ്ക്വയറിൽ അടിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നേരത്തെ സെന്റർ കട്ട് ചെയ്താണ് ചെയ്തതെങ്കിൽ ഇതിന് ചെയ്യുന്നത് സ്ക്വയറിൽ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പീസ് ഇങ്ങനെ കൂട്ടിയിടണം കേട്ടോ. അതെപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും, നെക്കുമായിട്ട് കൂടി ചേരാണ്ട് വരും നമ്മൾ ഈ ജോയിൻ ചെയ്യുന്ന നമ്മുടെ ഓപ്പണിങ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത് ഇത് നേരത്തെ എടുത്ത പോലെ തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അളവുകൾ പറയാഞ്ഞത്. അതായത് 1 ഇഞ്ചാണ്. 1 ഇഞ്ചിന്റെ സെന്ററിൽ നമ്മൾ വരച്ചു, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 1/2 ഇഞ്ച്. പിന്നെ നമുക്ക് എത്ര ഇറക്കമാണോ വേണ്ടത് അതെടുക്കുക. എടുത്തതിന് ശേഷം ഞാൻ ആ 1 ഇഞ്ചിൽ അടിക്കുകയാണ് ഇങ്ങനെ കേട്ടോ. അതായത് ഇതാണ് 1 ഇഞ്ചാണ് കേട്ടോ. 1 ഇഞ്ച്, ഇതര, ഇതര. നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പിന്നീട് പറയായിരുന്നത് കേട്ടോ. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഈ പുറത്ത് വെച്ചേക്കുന്ന പീസ് എന്ന് പറയുന്നത് എടുത്തേക്കുന്നതിന് അളവുണ്ട്. അളവില്ലാണ്ട് നമ്മൾ ചെയ്താൽ ഇത് തെറ്റിപ്പോവും കേട്ടോ. അപ്പോൾ ഈ സെന്റർ നമ്മൾ മാർക്ക് ചെയ്ത് 1 ഇഞ്ച് ഇതെടുത്തു. നമ്മൾ ഈ പീസ് എടുക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 വേണം, ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 വേണം. അപ്പോൾ കറക്റ്റ് ആ അളവാണ് നമുക്ക് വേണ്ടത്. അതായത് ഇത് 2.5 വേണം, ഇത് 2.5 വേണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ടോട്ടൽ നമ്മൾ എടുക്കുന്നത് ഈ 1 ഇഞ്ച് കൂടെ കൂട്ടി 6 ഇഞ്ചാണ് നമ്മൾ ഈ പീസ് എടുക്കേണ്ടത് കേട്ടോ. ഇതിന്റെ വീതി, ഈ നീളം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഓപ്പണിങ്ങിനെക്കാട്ടിൽ കൂടുതൽ നീളം എടുക്കുക. അതായത് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 2.5 ഇഞ്ച് കടത്തിയിടണം. അതായത് ടോട്ടൽ 6. മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്.
ഇവിടുന്ന് ഇത് കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട്. അതിനുശേഷം ഇതിനെ ഇങ്ങനെ മടക്കുക, ഇങ്ങോട്ട്. ഇതിനെ അതുപോലെ തന്നെ ഇങ്ങനെ മടക്കുക, ഇങ്ങോട്ട് വയ്ക്കുക. അപ്പൊ ഞാനിപ്പോ ഈ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇനി ഇത് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്തു. ഇതിനെ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ ആക്കി. എന്നിട്ട് ഇതിനെ ഞാൻ പിൻ ചെയ്ത് കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതൊന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഈ പീസിനെ നമ്മൾ ഇങ്ങോട്ട് വെച്ചു, കണ്ടോ, എന്നിട്ട് ഇങ്ങോട്ട് വെച്ചു, ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക, എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അതുകൊണ്ടാണ്. വീണ്ടും നമ്മൾ ഇതിനെ ഇങ്ങോട്ട് വെച്ചു, എന്നിട്ട് ഇങ്ങനെ വെച്ചു, കണ്ടോ. ഇതിനെ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, രണ്ട് സൈഡ് ഞാൻ പിൻ ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് ഇടണം. ഉള്ളിലേക്ക് കൊടുത്താലല്ലേ നമുക്കത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇടുന്നത് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. കണ്ടോ, കണ്ടോ. ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഈ പിന്നങ്ങ് ഉരി മാറ്റുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെ വെച്ചു. ഓക്കെ, കണ്ടോ. നേരത്തെ പോലെ തന്നെ, നേരത്തെ നമ്മൾ ചെയ്തത് പുറത്തേക്കാണെങ്കിൽ ഇത് ഉള്ളിലേക്കാണ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് സ്ക്വയർ ആക്കി അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് കറക്റ്റ് ചെയ്താലേ, ഇല്ലെങ്കിൽ നമുക്ക് ഇത് തെറ്റാൻ പാടില്ല കേട്ടോ. ഇതും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഇതെല്ലാം സിമ്പിൾ മെത്തേഡാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ട, ഈ ഓപ്പണിങ് ഓക്കെ ആയി. ഇതിൽ രണ്ട് ബട്ടൺ, ഇപ്പൊ നീല ബ്ലൂ ബട്ടണൊക്കെ തന്നെയാണ് ഇതിൽ വെക്കുന്നതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ കണ്ട, ബട്ടൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ അതുപോലൊക്കെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ ഓപ്പണിങ്ങും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇനി നമുക്ക് അടുത്തത് സ്കേർട്ടിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന്, ഓപ്പണിങ് എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്കേർട്ടിന്റെ ഓപ്പണിങ്, ഞാനിപ്പോൾ ഒരു കുഞ്ഞി സ്കേർട്ട് ഇങ്ങനെ ചുമ്മാതെ നിങ്ങൾക്ക് ഓപ്പണിങ് കാണിച്ചു തരാൻ വേണ്ടി അടിച്ചെടുത്തേക്കാണ് കേട്ടോ. ഇത് ചീത്ത വശം എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ലെങ്ത് അനുസരിച്ചാണ്, അതായത് എന്തോരം ഉണ്ട് അതിനെക്കാട്ടിൽ 1.5 ഇഞ്ച് കൂടെ കൂട്ടിയാണ് നമ്മൾ പീസ് എടുക്കേണ്ടത്. ഇത് 7 ഉണ്ട്, അപ്പോൾ 8 ഇഞ്ചിലാണ് നമ്മൾ 8 8.5 1.5 ഇഞ്ച് കൂട്ടി എടുക്കുക. അപ്പോൾ 1.5 ഇഞ്ച് കൂട്ടി ഞാൻ കണ്ടോ. എന്നിട്ട് ഇതിനെ മടക്കി, രണ്ടായി മടക്കി. അപ്പൊ ഈ വിട്ട് എന്ന് പറയുന്നത് നമ്മൾ 1.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എടുക്കാം, അതിൽ കൂടാൻ പാടില്ല. അതിനുശേഷം ഞാൻ ഈ ചീത്ത വശത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഫോൾഡ് ചെയ്ത് എടുത്തേക്കുന്നത് കുഞ്ഞ് സ്കർട്ടാണ്. അപ്പോൾ അതൊന്നുകൂടെ മടക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ.
ഇങ്ങനെ നമ്മൾ അടിക്കുക. ഇവിടെ നമ്മുടെ ആ ജോയിന്റ് ഭാഗം ചേർത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കണം കേട്ടോ. ഇവിടുന്ന് നമ്മൾ വീതി കൂട്ടി വന്നിട്ട് ഇവിടെ വീതി ഇവിടെ അങ്ങോട്ട് ജോയിന്റ് ആയിരിക്കണം. അതല്ല എങ്കിൽ നമുക്കിത് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും കേട്ടോ. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, കുത്തി നിർത്തണോ നേരെ അടിക്കണോ എങ്ങനെയാണെന്നൊക്കെ. കുത്തി നിർത്തിയാലും നേരെ അടിച്ചാലും ഒരു കുഴപ്പമില്ല, നേരെ അടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്താണെങ്കിലും പ്രശ്നമില്ല. എല്ലാം നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാലേ കറക്റ്റായിട്ട് ആവുകയുള്ളൂ. കണ്ടോ? ഇനി നല്ല വശം ഞാൻ എടുക്കുകയാണ്. എൻ്റെ ചീത്ത വശത്ത് വെച്ചാണ് നമ്മൾ അടിച്ചത്. നല്ല വശത്തോട്ട് വെച്ചിട്ട് കണ്ടോ ഈ മടക്കിൽ ഇങ്ങോട്ട് അടിക്കുക. ഞാൻ ഈ കുഞ്ഞായതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ പീസ് എടുത്തിട്ട് ഒരു പീസിൽ മടക്കി എടുത്താൽ മതി കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഓപ്പണിങ്, അതായത് കുട്ടികളുടെ യൂണിഫോം സ്കേർട്ട്, ഏത് സ്കേർട്ടായാലും. പിന്നെ നമ്മൾ സിപ്പ് വെക്കുന്നത് ഇങ്ങനെയല്ല. സിപ്പ് വെക്കുമ്പോൾ അതിൻ്റെ മെത്തേഡ് മാറും, അത് വേറെ മെത്തേഡാണ്. സിപ്പ് വെക്കുന്നത് വേറെ രീതിയിലാണ്. അത് സിപ്പ് എല്ലാം കൂടെ ഒരു തവണ കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ഓപ്പണിങ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, കണ്ടോ ഓപ്പണിങ്ങിന്റെ ആ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ ഒരു വശം മടക്കി ഒരു വശം നിവർന്നുമാണ് ഇരിക്കുന്നത്. ഇതിന് പറയുന്ന കണ്ടിന്യൂസ് ഓപ്പണിംഗ് എന്നാണ് ഇതിന് പറയാറ്. അപ്പൊ നമ്മുടെ സ്കേർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വശം നോക്കൂ, ഒരു വശം ഈ വശം മടങ്ങി, അതായത് ഇവിടെയാണ് നമ്മൾ ഹുക്ക് വെക്കുന്നത്, ഇവിടെ ഐ വെക്കുന്നത്. അപ്പോൾ ഒരു വശം മടങ്ങി ഒരു വശം നിവർന്ന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പട്ട പിടിപ്പിക്കുമ്പോൾ, നമ്മൾ ഈ പട്ട പിടിപ്പിക്കുമ്പോൾ ഈ മടങ്ങിയ വശം ഇതില് ഇങ്ങനെ മടങ്ങി തന്നെ ഇരിക്കണം. അതായത് പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പട്ട പിടിപ്പിക്കാൻ കേട്ടോ. ഇത് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? നോക്കിക്കേ, ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഇങ്ങനെ ഇരിക്കുന്നതാണ് കണ്ടോ? ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ആ ഓപ്പണിങ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒന്ന് നിവർത്തി വെച്ചു, ഒന്ന് ഇതിലേക്ക് മടക്കി കൊടുത്തു. കണ്ടോ? നിങ്ങൾ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് ഓക്കെ. ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക, അതിൻ്റെ ആവശ്യം ഇല്ല. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഈ താഴെ ഒരു ചെറിയ സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കും. അത് വേണമെങ്കിൽ മതി, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം അതിന് കാണിച്ചു തന്നില്ല എന്ന് വേണ്ട. കണ്ട, എന്നിട്ട് നേരിയതായിട്ട് അടിക്കുള്ളൂ. കണ്ടോ? അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും, ഇങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ ഓപ്പണിങ് മനസ്സിലായല്ലോ? വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇതിൽ പട്ട പിടിപ്പിച്ചാൽ മതി. കണ്ട, സ്കേർട്ടിന്റെ ഓപ്പണിങ്ങും റെഡിയായി. നമുക്ക് പട്ട വെച്ച് കൊടുത്താൽ മതി. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് 2-3 എണ്ണം കാണിച്ചു തന്നത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.